ബിഗ് ബോസ് മലയാളം സീസൺ 6നെ ബന്ധപ്പെട്ടിട്ടുള്ള 3 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ആദ്യം തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലായിട്ടുണ്ടായിരുന്ന സ്വാന്തനം സീരിയലിൽ നിന്ന് ആരായിരിക്കും ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരിക? ഒന്നിലധികം പേര് എന്തായാലും വരില്ല, ഒരാൾക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ. അതാരാണെന്നുള്ളതിൻ്റെ ഏകദേശം ഒരു 85% എബവ് കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഒരുപാടധികം പേര് ചോദിക്കുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ കണ്ടസ്റ്റൻസ് ആയിട്ട് ഇപ്പം നമ്മുടെ അഖിൽ മാരാർ, ശോഭ, അതിനു മുന്നുള്ള ഇയേഴ്സിലായിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് സീസൺ 4, 3, 5 ഇവിടെയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ വെച്ചിട്ട് ബിഗ് ബോസ് സീസൺ 6ന്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു എന്നൊക്കെ അറിയുന്നുണ്ട്. ആ ഒരു കണ്ടസ്റ്റൻസ് ആരാണ്, ഈ ഒരു പ്രൊമോ ഒക്കെ നമുക്ക് എന്ന് കാണാൻ പറ്റുമെന്നൊക്കെ ഒരുപാടധികം പേര് ചോദിക്കുന്നുണ്ട്. അതിൻ്റെയും ഏകദേശം ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഇങ്ങനെ എല്ലാ വീഡിയോസിൻ്റെ അടിയിലും കമൻറ്റുകളായിട്ട് ഇടുന്നതാണ് ബിഗ് ബോസ് സീസൺ 5 തുടങ്ങിയപ്പോൾ അതിന്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആ ഒരു ഉണ്ടാക്കിയ ഒരു എഫക്റ്റ് ബിഗ് ബോസ് സീസൺ 6ൽ ഉണ്ടാകുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു കാര്യം, ബിഗ് ബോസ് സീസൺ 4ന്റെയും 5ന്റെയും ഒക്കെ പ്രൊമോ വീഡിയോസ് ഭയങ്കര ബഡ്ജറ്റിൽ അത്രയും കണ്ടന്റുകൾ കുത്തി കയറ്റിക്കൊണ്ടാണ് ആ ഒരു പ്രൊമോ വീഡിയോ ഒക്കെ ഏഷ്യാനെറ്റ് പുറത്തു വിട്ടത്. പക്ഷേ സീസൺ 6ലേക്ക് വരുന്ന സമയത്ത് ലാലേട്ടന്റെ പ്രൊമോ ഒരു ഗുമ്മില്ലാത്ത രീതിയിൽ വളരെ സിമ്പിൾ ആക്കിയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ബിഗ് ബോസ് സീസൺ 6ൽ വരുന്നത്, നമുക്കിതിനെപ്പറ്റി എല്ലാത്തിനെയും പറ്റി സംസാരിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ എല്ലാവരും ഒരുപാട് നാളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്വാന്തനം സീരിയലിൽ നിന്ന് ആരായിരിക്കും ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരിക എന്നുള്ളത്. ഒരുപാടധികം പേര് അച്ചു സുഗന്ധ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചു സുഗന്ധ് വരില്ല എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ അറിയുന്നത്. അതോടൊപ്പം തന്നെ രാജീവ് പരമേശ്വരൻ നമ്മുടെ സ്വാന്തനം സീരിയലിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ബാലേട്ടൻ എന്ന കഥാപാത്രം ചെയ്തിരുന്ന രാജീവ് ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരുമെന്ന് ഒത്തിരി പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രാജീവ് പരമേശ്വരന് പുതിയ ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പ്രൊജക്റ്റ് ഏഷ്യാനെറ്റ് സീരിയലിന്റെ ഭാഗമായിട്ട് തന്നെയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് രാജീവ് പരമേശ്വരൻ സൈൻ ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 6ൽ രാജീവ് പരമേശ്വരൻ ഉണ്ടാകില്ല. പിന്നീട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു പേര്, ഏകദേശം കൺഫർമേഷൻ ലിസ്റ്റ് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഭൂരിഭാഗം സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ഭൂരിഭാഗം ആളുകളും പറയുന്ന ഈ ഒരു പേരാണ് നമ്മുടെ അപ്സര ആൽബി. അപ്സര ആൽബിക്കായിരിക്കും ബിഗ് ബോസ് സീസൺ 6ലേക്ക് 85% എബവ് ചാൻസ്. നമ്മുടെ സ്വാന്തനം കാറ്റഗറിയിൽ നിന്ന് അപ്സര ആൽബിയെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്സര ആൽബി അത്യാവശ്യത്തിന് കണ്ടന്റുകൾ തരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും പുള്ളിക്കാരത്തി. കാരണം നമുക്കറിയാം സ്റ്റാർട്ട് മ്യൂസിക്, കോമഡി സ്റ്റാറിലൊക്കെ വരുന്ന സമയത്ത് നല്ല ടോക്കിംഗ് സെൻസ്, നല്ല ചിൽ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വരികയാണെങ്കിൽ അത്യാവശ്യത്തിന് കണ്ടന്റ് തരാൻ പറ്റുന്ന ഒരു അസറ്റായിട്ട് മാറാനായിട്ട് അപ്സര ആൽബിക്ക് സാധിക്കും. അപ്പോൾ സ്വാന്തനം സീരിയലിൽ നിന്ന് ഏകദേശം 85% എബവ് ചാൻസ് നമ്മുടെ അപ്സര ആൽബിക്ക് തന്നെയാണ്. പിന്നീട് കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രീവിയസ് ഇയർ കണ്ടസ്റ്റൻസിന്റെ പ്രൊമോ എപ്പോൾ വരുമെന്ന്. പ്രീവിയസ് ഇയർ കണ്ടസ്റ്റൻസിനെ വെച്ച് ഒരുക്കിയിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 6ന്റെ കൗണ്ട് ഡൗൺ പ്രൊമോസ് ആണ്. മാർച്ച് 1 മുതൽ വരുമെന്നാണ് അറിയുന്നത്. 8 കണ്ടസ്റ്റൻസ്, 8 പ്രീവിയസ് ഇയർ കണ്ടസ്റ്റൻസ് ആണ് ആ ഒരു പ്രൊമോ ഷൂട്ടിങ്ങിന് പോയതായിട്ടാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ അഖിൽ മാരാർ, ശോഭ, നാദിറ, അതുപോലെ തന്നെ ഷിജു, ബിഗ് ബോസ് സീസൺ 4ൽ നിന്ന് നമ്മുടെ ബ്ലെസ്ലി, ഇവരൊക്കെ പങ്കെടുത്തതായിട്ട് കേൾക്കുന്നുണ്ട്. 100% കൺഫർമേഷൻ ഒന്നും അല്ല. എന്തൊക്കെ ആയാലും കൗണ്ട് ഡൗൺ പ്രൊമോസ് ആണ്, അത് കൺഫേംഡ് ആണ്. കൗണ്ട് ഡൗൺ പ്രൊമോസ് ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ കണ്ടസ്റ്റൻസിനെ വെച്ച് ഒരുക്കിയിരിക്കുന്നത്. ഒരു കോമണേഴ്സ് പ്രൊമോ ഉണ്ടാവും, അത് ലാലേട്ടൻ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കോമണേഴ്സിന്റെ ഓഡിഷൻ പ്രൊമോ വന്നു, ഇനി പിന്നീടും ഒരു കോമണേഴ്സ് പ്രൊമോ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനകത്തായിരിക്കും ചിലപ്പോൾ ഒന്നിലധികം കോമണേഴ്സ് ഉള്ള കാര്യം ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്യുന്നത്. ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ അങ്ങനെ ഉണ്ടാവാനായിട്ടാണ് ചാൻസ് കൂടുതൽ. ദെൻ അടുത്തതായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യം, ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരേ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ 6 ഒരു ഗുമ്മില്ലാതിരിക്കുന്നത്? നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 തുടങ്ങുന്നതിന് ഒരു മാസം മുന്നേ തന്നെ ഭയങ്കരമായ കോൺട്രവേഴ്സീസും അതുപോലെ തന്നെ അത്രയും ഹൈപ്പിലാണ് ആ ഒരു സീസൺ തുടങ്ങിയത്. അതിൻ്റെ പ്രൊമോ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഒരു സിനിമ ലൊക്കേഷനിൽ ലാലേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ഇപ്രാവശ്യം ഒരു കലിപ്പൻ ഡോക്ടറൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു പ്രൊമോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ 4ന്റെ പ്രൊമോ ഒക്കെ ഭയങ്കര സെറ്റിലൊക്കെയാണ് ആ ഒരു പ്രൊമോയും കാര്യങ്ങളൊക്കെ എടുത്തത്. പക്ഷേ ബിഗ് ബോസ് സീസൺ 6ലേക്ക് വരുമ്പോൾ സിമ്പിൾ ആക്കി കഴിഞ്ഞു പ്രൊമോ. അൺപ്രഡിക്റ്റബിൾ എന്ന് മാത്രം, ഒന്നും പ്രഡിക്റ്റ് ചെയ്യേണ്ട, ആരും ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട, വെറുതെ ഇരുന്നോളൂ എന്ന് പറയുന്നത് പോലെ ഒരു പ്രൊമോ. ഒരു ഗുമ്മില്ലാത്തൊരു പ്രൊമോ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം
ബിഗ് ബോസ് സീസൺ 5ന്റെ പ്രൊമോ ഒക്കെ ഏഷ്യാനെറ്റിന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ 1,00,000 വ്യൂസ് ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 30 മിനിറ്റിനുള്ളിൽ 1,00,000 2,00,000 വ്യൂസ് ഒക്കെ കയറും. ഇതിപ്പോ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6ന്റെ പ്രൊമോ കാര്യങ്ങളൊക്കെ വന്നിട്ട് 3 ദിവസം 4 ദിവസം ഒക്കെ ആയി. എന്നിട്ടും അതിന്റെ വ്യൂവർഷിപ്പ് 1,00,000 കംപ്ലീറ്റ് ചെയ്യാത്ത വീഡിയോസ് വരെ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പൊ അത്രയും ഗുമ്മില്ലാത്ത രീതിയിൽ ഒരു പ്രൊമോ ആയതുകൊണ്ടാണ് അതിന് അത്രയും റീച്ചും കാര്യങ്ങളും കിട്ടാത്തത്. പിന്നീട് ബിഗ് ബോസ് സീസൺ 5ന്റെ ഹൈപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 4 ഒരു വെടിക്കെട്ട് സീസൺ ആയിരുന്നു. അത്രയും കണ്ടന്റുകൾ ഉണ്ടായ ഒരു സീസൺ ആയിരുന്നു. ഒരുപാട് പേര് കണ്ട ഒരു സീസൺ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചും നമ്മുടെ എൻ്റെ മോൾ അതുപോലെ തന്നെ ബിഗ് ബോസിനെ സംബന്ധിച്ചും നല്ല രീതിയിൽ TRP കുത്തനെ ഉയർത്തി ഭയങ്കരമായ ബിസിനസ് നടന്ന ഒരു സീസൺ ആയിരുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ 4 എന്ന് പറയുന്നത്. നമ്മുടെ ബിഗ് ബോസ് സീസൺ 4ന്റെ കോൺട്രവേഴ്സീസ് ഒന്നും കെട്ടടങ്ങാത്ത സമയത്താണ് ബിഗ് ബോസ് സീസൺ 5 വന്നത്. ഒന്നും കെട്ടടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ റോബിൻ, ജാസ്മിൻ, ബ്ലെസ്ലി ഇവരെ ചുറ്റിപ്പറ്റിയുള്ള സകലമാന കോൺട്രവേഴ്സീസും ഇങ്ങനെ നല്ല രീതിയിൽ കത്തി നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസ് സീസൺ 5 വന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്രയും ഹൈപ്പിലേക്ക് അത് പോയത്. പക്ഷേ ബിഗ് ബോസ് സീസൺ 5ന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ TRPയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് സീസൺ 4നെ സംബന്ധിച്ച് ഫ്ലോപ്പ് ആയിരുന്നു 5. നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടി വരും. പക്ഷേ പുതിയ പുതിയ കാര്യങ്ങൾ 5ൽ വന്നു. ഇപ്പം തന്നെ ഫാമിലി ടാസ്ക് വന്നു, അതോടൊപ്പം തന്നെ ചലഞ്ചേഴ്സ് വന്നു, നമ്മുടെ ഡോക്ടർ റോബിനൊക്കെ വന്നതുപോലെ അത്തരത്തിലുള്ള നല്ല നല്ല കണ്ടന്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് സീസൺ 4നെ സംബന്ധിച്ച് TRP ഉയർത്താനായിട്ട് ബിഗ് ബോസ് സീസൺ 5ന് സാധിച്ചില്ല. 5ന്റെ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഈ ഒരു സീസൺ 6 വരെ നീണ്ടു പോയില്ല. അത് അവിടെ വെച്ച് അങ്ങോട്ട് അവസാനിച്ചു. കാരണം ഇതിന്റെ വ്യൂവേഴ്സ് പ്രെഡിക്റ്റ് ചെയ്തൊരു വിന്നർ തന്നെ അതിന്റെ വിന്നറായി മാറി. പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പം നമ്മുടെ അഖിൽ മാരാർ ബിഗ് ബോസ് സീസൺ 5ന്റെ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള വിന്നറായിരുന്നു. പുള്ളിക്കാരൻ തന്നെ ആയി. എല്ലാവരും ആഗ്രഹിച്ചത് അഖിൽ മാരാർ വിജയി ആവണമെന്നായിരുന്നു. അഖിൽ തന്നെ ആയി. പക്ഷേ ബിഗ് ബോസ് സീസൺ 4ന്റെ കാര്യം ഡോക്ടർ റോബിൻ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് എല്ലാവരും. പക്ഷേ ഡോക്ടർ റോബിൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ബിഗ് ബോസ് സീസൺ 4ന്റെ ഫുൾ ടൈം ഡോക്ടർ റോബിൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റോബിൻ തന്നെ ബിഗ് ബോസ് സീസൺ 4ന്റെ ടൈറ്റിൽ വിന്നറായിട്ട് മാറിയാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. ഇടക്കിട്ട് നമ്മുടെ റിയാസ് സലീം വന്നു. അങ്ങനെ അത് ഡോക്ടർ റോബിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പിഴവ് കാരണം റോബിന് ബിഗ് ബോസ് സീസൺ 4ന്റെ അടുത്ത് അതിനെ വിട്ട് പോവേണ്ടി വന്നു. അത്തരത്തിലൊരു കോൺട്രവേഴ്സീസ് നല്ല രീതിയിൽ ഹൈപ്പിൽ നിന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് സീസൺ 5ന് ഇത്രയേറെ ഒരു ഹൈപ്പ് കിട്ടിയത്. പക്ഷേ സീസൺ 4ന് ഈ ഒരു ഹൈപ്പ് കിട്ടാത്തതിൻ്റെയും ഈ ഒരു ഗുമ്മില്ലാത്തതിൻ്റെയും കാര്യം ഇത് തന്നെയാണ്. പക്ഷേ ഇരിപ്പുണ്ട്. ലാലേട്ടൻ്റെ പ്രൊമോവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയുന്നത്. ഒരു ഗ്രീൻ സെറ്റിലൊക്കെ ഉള്ള ലാലേട്ടൻ്റെ പ്രൊമോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല. കാരണം അപ്പോൾ എന്തൊക്കെയോ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെയാണ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ 2 പ്രൊമോസും വെറുതെ ആക്കി കളഞ്ഞത്. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സീസൺ. കാരണം ഈ സീസണിൽ വൻ പുതുമകൾ കൊണ്ടുവരാനാണ് നോക്കുന്നത്. ബിഗ് ബോസ് സീസൺ ഹിന്ദി 16ന്റെ മോഡൽ കൊണ്ടുവരാൻ നോക്കുന്നത്. 4 ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിമും കാര്യങ്ങളും ഇതിൻ്റെ വ്യൂവേഴ്സിന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ബിഗ് ബോസ് സീസൺ 16ലാണ് ഹിന്ദിയിൽ ഇത് കൊണ്ടുവന്നത്. അപ്പോഴേക്കും ബിഗ് ബോസ് എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി. ഇവിടെ ബിഗ് ബോസ് കാണുന്ന ഒരുപാടധികം പേര് പ്രായമുള്ളവരും അതുപോലെ തന്നെ ചെറിയ കുട്ടികളുമാണ്. ഇവർക്ക് ഈ ഗെയിമും കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയില്ല. എന്തൊക്കെയായാലും സീസൺ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 4 ബെഡ്റൂം ഫോർമുല അല്ലെങ്കിൽ ഒരു 4 ബെഡ്റൂമിൻ്റെ കഥയും കളിയും കാര്യങ്ങളൊക്കെ മറിയുമെന്നാണ് തോന്നുന്നത്. കാരണം ഇത് ഓടാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇത് ഓടാനായിട്ട് ഇവിടെ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ ഇത് ഓടിക്കണമെങ്കിൽ തന്നെ സീസൺ 10 11 വരണം.